കഴിഞ്ഞ വർഷം ഫൈനാൻസ് ആൻഡ് യുവില് മഴക്കാലത്ത് എനിക്ക് പനി പിടിച്ചപ്പോൾ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് എടുക്കാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൺസൾട്ടേഷൻസിലൂടെ. അപ്പോ ഒരാളുടെ കഥയല്ല, നടന്ന സംഭവം പറയാം. അതായത് പുതിയ വീട് പണിതു, അപ്പൊ അതിന്റെ EMI കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, മക്കളുടെ സ്കൂൾ ഫീസ്, അങ്ങനെയുള്ള മാസ ചെലവുകൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ വേണ്ട, അതൊരു ചെലവല്ലേ എന്നും പറഞ്ഞിട്ട് എനിക്കിപ്പോ തൽക്കാലം എനിക്കോ മക്കൾക്കോ കുട്ടികൾ ആർക്കും വീട്ടിലെ അസുഖങ്ങളൊന്നുമില്ല, അപ്പൊ പിന്നെ മാറ്റിവെച്ചു. പെട്ടെന്ന് ഒരു കാര്യമായിട്ട് അസുഖം വന്നു, 3 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ല് വന്നു. അപ്പോ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരു കരുതലിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ചെലവാണല്ലോ എന്ന് കരുതി നിങ്ങളിത് നീട്ടിവെച്ചാൽ ഈ കൊടുക്കുന്ന പ്രീമിയത്തിനേക്കാൾ 10 മടങ്ങ് നിങ്ങൾ ഹോസ്പിറ്റൽ ബില്ല് എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കേണ്ടി വരും.